ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹീസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സാധാരണയായിട്ട് എല്ലാവരും പറയുന്നതാണ്, കറ്റാർ വാഴ കിളിക്കുന്നില്ല, അല്ലെങ്കിൽ ചീഞ്ഞു പോയി, അല്ലെങ്കിൽ ഒരു മൂട് നല്ലപോലെ കിളിച്ചു വന്നാലും അതിന് തൈയൊന്നും നല്ലപോലെ ഉണ്ടാവുന്നില്ല എന്നൊക്കെ. എനിക്കും ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു. എത്ര വാങ്ങിച്ച് നട്ടാലും കറ്റാർ വാഴ ചീഞ്ഞ് നശിച്ചുമൊക്കെ പോവായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു കറ്റാർ വാഴയിൽ നിന്നുമാണ് ഇത്രയും തൈകൾ ആക്കിയെടുത്തത്. ആദ്യം തന്നെ നമ്മൾ കറ്റാർ വാഴ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് വെള്ള കളർ ഡോട്ടുള്ള കറ്റാർ വാഴ നോക്കി തിരഞ്ഞെടുക്കുക. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓവറായിട്ടുള്ള വെള്ളം ഇതിനാവശ്യമില്ല. പിന്നെ നല്ല സൂര്യപ്രകാശമൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ വെച്ചാൽ മാത്രമേ നല്ല രീതിയിൽ കിളിച്ച് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് നടീൽ രീതി നോക്കാം. നമുക്ക് വേണമെങ്കിൽ തറയിൽ നടാം, അല്ലെങ്കിൽ ചാക്കിലോ ചെടിച്ചട്ടിയിലോ ഒക്കെ നടാം. പക്ഷേ ചെടിച്ചട്ടിയിലും ചാക്കിലും ഒക്കെ നടുന്ന സമയത്ത് വെള്ളം നല്ല രീതിയിൽ വാർന്നു പോകുന്ന ചട്ടിയോ അല്ലെങ്കിൽ പാത്രമോ ഒക്കെ ആയിരിക്കണം. പിന്നെ തറയിൽ നടുന്ന സമയത്ത് ചള്ളവെള്ളം കെട്ടിക്കിടക്കുന്നതോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊന്നും നടാൻ പാടില്ല. പെട്ടെന്ന് ഇത് ചീഞ്ഞു പോകും. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് ഇത് നടേണ്ടത്. പിന്നെ നമ്മൾ നടാനായിട്ട് ഗ്രോ ബാഗ് ഒരുക്കുന്ന സമയത്ത് ചരലും മണലും അല്ലെങ്കിൽ ചാണകപ്പൊടി, കരിയില കമ്പോസ്റ്റ് ഇങ്ങനെയൊക്കെ ഇട്ട് നടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളം വാർന്നു പോകാനായിട്ട് സഹായകമാണ്. ഇനി നമുക്ക് നടീൽ രീതി നോക്കാം. കറ്റാർ വാഴ നടുന്ന സമയത്ത് ഒരുപാട് മണ്ണിലേക്ക് ഇതിൻ്റെ തണ്ട് അല്ലെങ്കിൽ വേര് ഭാഗം ഇറക്കി വെക്കരുത്. ഇതിൻ്റെ വേരിൽ നിന്നാണ് പുതിയ പുതിയ തൈകൾ പൊട്ടി ഉണ്ടായി വരുന്നത്. പിന്നെ നമ്മളിങ്ങനെ മണ്ണിലേക്ക് അധികമായിട്ട് ഇറക്കി വെച്ചാൽ അതേപോലെ തന്നെ നിൽക്കും, വലിപ്പവും വെക്കത്തില്ല, പുതിയ തൈകളും ഉണ്ടാകത്തില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നടുമ്പം തന്നെ നമ്മൾ പ്രത്യേകിച്ച് വളവോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് തൈകളൊക്കെ ഇതിൽ നിന്നും ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കറ്റാർ വാഴ ചെടിക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മൾ മണ്ണിൽ എപ്പോഴും ഈർപ്പം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അപ്പം അതിനായിട്ട് നമ്മളൊരു ഒന്നട വിട്ട ദിവസം മാത്രം നനച്ച് കൊടുത്താൽ മതി. അതായത് നമ്മൾ മണ്ണിലൊന്ന് തൊട്ട് നോക്കുന്ന സമയത്ത് മണ്ണ് നല്ലപോലെ ഡ്രൈ ആവുന്ന സമയത്ത് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ചീഞ്ഞൊന്നും പോകാതെ കറ്റാർ വാഴ പുതിയ തൈകളൊക്കെ ആയിട്ട് കിട്ടാനായിട്ട് സഹായിക്കും. പിന്നെ നമ്മൾ ആവശ്യാനുസരണം ഇതിൻ്റെ പഴയ ഇലകളൊക്കെ മാറ്റി കൊടുക്കണം. പിന്നെ പെട്ടെന്ന് തന്നെ തൈകൾ പൊട്ടുന്ന സമയത്ത് അതിൻ്റെ തൈകളൊക്കെ നമുക്ക് പുതിയ പുതിയ ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. ഒരുപാട് തൈകളൊക്കെ തിങ്ങി നിറഞ്ഞ് വരുന്ന സമയത്ത് മാറ്റി കൊടുത്താൽ മതി. പിന്നെ കറ്റാർ വാഴയിൽ നമ്മൾ ചാണകപ്പൊടി ഉപയോഗിക്കുന്നത് പോലെ തന്നെ പച്ചച്ചാണകം അധികമായിട്ട് ഉപയോഗിച്ചാലും ഇത് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ചാണകപ്പൊടി അല്ലെങ്കിൽ പഴത്തൊലി വെള്ളത്തിലിട്ട് നല്ല പോലെ പുളിപ്പിച്ച് അതിൻ്റെ ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുട്ടയുടെ തോട് നല്ല പോലെ മിക്സിയിലിട്ടിട്ട് പൊടിച്ച് അതിട്ട് കൊടുക്കാം. അപ്പം ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല വളർച്ചയും കിട്ടും, തൈകൾ ഒരുപാട് ഉണ്ടാകാനായിട്ട് സഹായിക്കും. അഥവാ നമുക്ക് ഈ വളങ്ങളും കാര്യങ്ങളും ഒന്നും കിട്ടിയില്ലെങ്കിൽ തന്നെ നമ്മൾ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് മതിലിലൊക്കെ ഒരുതരം പച്ച കളറിലുള്ള പായൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഉണക്കൊക്കെ വരുന്ന സമയത്ത് അത് നല്ലപോലെ ഉണങ്ങി അപ്പോൾ നമുക്കതൊരു ചിരണ്ടിയോ വല്ലതും ഉപയോഗിച്ചിട്ട് നല്ലപോലെ ചിരണ്ടി ഇതിൻ്റെ മൂട്ടിലിട്ട് കൊടുത്താലും മതി. അതും ഇതിന് കറ്റാർ വാഴയ്ക്ക് ഏറ്റവും നല്ലൊരു വളവുമാണ്. നമ്മൾ ഒഴിക്കുന്ന വെള്ളം അതിൽ നിന്നും ഒത്തിരി വാർന്നു പോകാതെ അതിൻ്റെ മുകൾ തട്ടിൽ ഒരു ഈർപ്പം നല്ലപോലെ പിടിച്ചു കിട്ടുകയും ചെയ്യും. ഇപ്പം കണ്ടില്ലേ, ഇത് ഞാനാണെങ്കിൽ ആ ഒരു ചെടിച്ചട്ടിയിൽ നിന്ന് തന്നെ മാറ്റിയെടുത്ത തൈകളാണ്. ഇത് മണ്ണിലേക്ക് ഒരുപാട് നമ്മൾ താത്ത് കൊടുത്തിട്ടില്ല. കണ്ടില്ലേ, ഇങ്ങനെ ജസ്റ്റ് മണ്ണിലേക്കൊന്ന് ഇറക്കി വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് ഇതുപോലെ നല്ല രീതിയിൽ കറ്റാർ വാഴ കിളിച്ച് വരാൻ തുടങ്ങിയത്. അപ്പം നിങ്ങളിനി ആരും വിഷമിക്കേണ്ട. ഈ രീതിയിൽ കറ്റാർ വാഴ നടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കറ്റാർ വാഴയൊക്കെ വീട്ടിൽ തന്നെ ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.